നമ്മുടെ നാടിന് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ വൻപിച്ച പുരോഗതിയാണ്. ഈ കാര്യത്തിൽ നാം നല്ല നിലക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ രാജ്യം ഒരു മഹാരാജ്യമാണല്ലോ. ആ മഹാരാജ്യത്ത് ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി നമ്മുടേതാണ്, കേരളത്തിൻ്റെതാണ്. കേരളമാണത് സ്ഥാപിച്ചത്. ഈ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് നമ്മുടേതാണ്, കേരളത്തിൻ്റേതാണ്. ഇന്നത്തെ ലോകത്ത്, ആധുനിക ലോകത്ത് ഗ്രഫീൻ, അത്തരത്തിലുള്ള ഗ്രഫീൻ മേഖലയിലുള്ള ഇടപെടൽ, ഗ്രഫീൻ ഇന്നൊവേഷൻ സെൻറ്റർ നമ്മുടെ കേരളത്തിൽ നാം ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് നിരവധി സാംക്രമിക രോഗങ്ങൾ ഇടക്കിടക്ക് വരുന്നു. ആ വൈറസിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം. നമ്മൾ ചെയ്തത് അതിനുവേണ്ടി ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കലാണ്. ആ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിൽ മാത്രം നിൽക്കുന്ന ഒന്നായിരിക്കില്ല. ദേശീയ തലത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്ന്, അന്താരാഷ്ട്ര തലത്തിൽ അംഗീകാരം നേടുന്ന ഒരു വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടാണ് നമ്മുടെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് മാറാൻ പോകുന്നത്. നമ്മുടെ നാട് ആയുർവേദ മേഖലയിൽ പ്രശസ്തമാണ്. ആ ആയുർവേദ രംഗം നല്ല രീതിയിൽ ഗവേഷണങ്ങൾ നടക്കേണ്ട ഒരു മേഖലയാണ്. അതിനുള്ളൊരു സ്ഥാപനം എല്ലാ മികവോടും കൂടി സ്ഥാപിക്കപ്പെടുന്നു. ആദ്യഘട്ടം ഏതാനും മാസം കൊണ്ട് പൂർത്തിയാകാനാണ് പോകുന്നത്. ഇങ്ങനെയുള്ള വിവിധ മേഖലകളിലെ ഇടപെടൽ, ഇവിടെ ജിനോം ഡാറ്റാ സെൻറ്റർ, അതേപോലെ തന്നെ മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം, ഇതെല്ലാം യാഥാർത്ഥ്യമാക്കാനുള്ള നടപടിയാണ് നാം സ്വീകരിച്ചു പോകുന്നത്. നിരവധി മികവിൻ്റെ കേന്ദ്രങ്ങൾ, 30 കേന്ദ്രങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് വരാൻ പോകുന്നു. 10 എണ്ണം യാഥാർത്ഥ്യമാകുന്നു. അതിൽ മൈക്രോബയോം, ന്യൂട്രാസ്യൂട്ടിക്കൽസ് വലിയ തോതിൽ രാജ്യവും ലോകവും ശ്രദ്ധിക്കുന്ന തരത്തിൽ ഈ മേഖലയിൽ നാം ഇടപെടുകയാണ്. നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ സയൻസ് പാർക്കിനും പുറമെ 3 സയൻസ് പാർക്കുകൾ കേരളത്തിൽ വരികയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ കേരളം ഒരു വിജ്ഞാന ഉൽപാദന കേന്ദ്രമായി മാറുന്നു. പൂർണ്ണമായൊരു വിജ്ഞാന സമൂഹമാക്കി കേരളത്തെ മാറ്റലാണ് നാം ഉദ്ദേശിക്കുന്നത്. ആ തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ തുറന്നു പോകുന്നത്.